ടി ജി കുറേ കാലത്തിന് ശേഷം വീണ്ടും മതപരിവർത്തനം ഒക്കെ ചർച്ചയാവുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അന്നാണ് ഛത്തീസ്ഗഡിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ, അവിടെ 2 കന്യാസ്ത്രീകൾ അറസ്റ്റിലായി. അപ്പോൾ ഇത് വലിയ കോലാഹലമാണ് കേരളത്തിൽ. അതുമാത്രമല്ല, മനോരമ പത്രത്തിലൊക്കെ 2-3 പേജിൽ വാർത്തകളാണ്. അപ്പോൾ ഇത് പലപ്പോഴും ഈ വാർത്തകളൊക്കെ വായിക്കുമ്പോൾ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യാനേ പാടില്ല എന്നുള്ളൊരു നിലപാട് വരുന്നുണ്ടോ എന്ന് വരെ തോന്നുന്നുണ്ട്. കാര്യം തെറ്റിപ്പോൾ ആര് ചെയ്താലും നിയമപരമായിട്ട് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ ആരെയും അറസ്റ്റ് ചെയ്യുന്നൊരു രാജ്യമാണ് ഇവിടെ. എത്രയോ എല്ലാ മതത്തിൽപ്പെട്ടവരെയൊക്കെ അറസ്റ്റ് ചെയ്യാം. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇത്രത്തോളം കോലാഹലം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അത് ഒരു സിറോ മലബാർ സഭയിൽപ്പെട്ടവരായതുകൊണ്ടാണ്. ഉത്തർപ്രദേശ്, ബീഹാർ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഈവൻ ഡൽഹി, ഇതുപോലെ ഒരുപാട് അറസ്റ്റുകൾ നടന്നിട്ടുണ്ട്. ഛത്തീസ്ഗഡിൽ ശവസംസ്കാരത്തെ ചൊല്ലി വരെ കേസുണ്ടായിട്ടുണ്ട്. ഒരു ക്രിസ്ത്യാനി, ആ ഒറ്റ ഫാമിലിയെ ആ ഗ്രാമത്തിൽ ക്രിസ്ത്യാനിയായിട്ടുള്ളൂ. ബാക്കിയുള്ളവർ എല്ലാം ഹിന്ദു ട്രൈബൽ ഗ്രൂപ്പുകളാണ്. ഇപ്പോൾ ക്രിസ്ത്യാനിയെ അവരുടെ ശവം സംസ്കരിക്കാൻ നോക്കിയപ്പോൾ ഇവർ തടഞ്ഞു. പറ്റില്ല, ഇവിടെ സംസ്കരിക്കാൻ പറ്റില്ല എന്ന്. അവിടെ നിന്ന് 10-40 കിലോമീറ്റർ ദൂരെ ക്രിസ്ത്യാനികളുടെ ഒരു സിമിത്തേരി ഉണ്ട്, അവിടെ കൊണ്ടുവന്നു. പറ്റില്ല എന്ന് പറഞ്ഞ് ഇവർ ഈ ശവശരീരം ഈ മോർച്ചറിയിൽ വെച്ചിട്ട് ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തു. ജില്ലാ കളക്ടർ ഇവരെ വിളിപ്പിച്ചൊക്കെ സംസാരിച്ച് അവർ പറഞ്ഞു നത്തിങ് ഡൂയിങ്, ഇവിടെ സംസ്കരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവരുടെ വാദം ഇയാളുടെ അച്ഛനെ ഇവിടെ സംസ്കരിച്ചിരുന്നു എന്നാണ്. മറ്റൊരു പറഞ്ഞു അച്ഛനെ സംസ്കരിച്ചിരുന്നു ഇവിടെ, പക്ഷേ അന്ന് അച്ഛൻ ഹിന്ദുവായിരുന്നു, പിന്നെ നിങ്ങൾ ക്രിസ്ത്യനായിട്ട് മാറി. ആ പറ്റില്ല, ഇത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ശ്മശാനമാണ്. ഇപ്പോൾ കമ്മ്യൂണിറ്റിക്ക് ശ്മശാനം ആകാമോ? ആ ഒരു ചോദ്യം അതങ്ങനെ പോയി സുപ്രീം കോടതി വരെ പോയി. സുപ്രീം കോടതി പറഞ്ഞു അത് പറ്റില്ല, നിങ്ങൾ ഈ പറയുന്ന പോലെ 40 കിലോമീറ്റർ ദൂരെ പോകാനായിട്ട് വലിയ പ്രയാസമൊന്നുമില്ല, ആംബുലൻസിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ചെയ്യാം, അനാവശ്യമായിട്ട് ചെയ്യേണ്ട, നിങ്ങളുടെ ഈ ആർട്ടിക്കിൾ 25 വെച്ചുള്ള റൈറ്റ് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കേണ്ട, കമ്മ്യൂണിറ്റിക്ക് റൈറ്റ് ഉണ്ടെന്ന്. ഞാനോർത്ത് ഇതൊരു വലിയ ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റായിട്ട് ഭാരതത്തിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകും. ഒരു ചുക്കും ഉണ്ടായില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തോലിക്ക സഭയല്ല, സഭ വേറെയാണ്. പ്രബലമായൊരു സഭയാണ് കത്തോലിക്ക സഭ. അപ്പോൾ അവരുടെ ആളുകളെ അറസ്റ്റ് ചെയ്താൽ അവർ ചെയ്യും. വല്ല പെന്തക്കോസുകാരനെ നിങ്ങൾ തെങ്ങിൽ കെട്ടിയിട്ട് തല്ലി നോക്കി ഒരു ടി വിക്കാരനും വരില്ല, ഒരുത്തിനും വരില്ല. ഇപ്പോൾ കളമശ്ശേരി സ്ഫോടനം എല്ലാവർക്കും അറിയാമല്ലോ. വായിജിത്ത് എന്നോട് പറഞ്ഞ് അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താ? ബിക്കോസ് ദേ വെർ നോട്ട് കാത്തലിക്സ്. എന്തോ ഒരു പെൻഡക്കോസ്റ്റൽ അങ്ങനത്തെ ഒരു ദൈവസഭ എന്നൊക്കെ പറഞ്ഞുള്ള ഇതാണ് അവിടെ നടന്നത്, കളമശ്ശേരിയിൽ നടന്നത്. സ്ഫോടനമായിരുന്നു അത്. അതിൻ്റെ ഫോളോ അപ്പ് ഉണ്ടാവണ്ടേ? ക്രൈസ്തവർ തെരുവിലേക്ക് ഇറങ്ങണ്ടേ? ഭീകരാക്രമണമല്ലേ നടന്നത്? അനക്കമുണ്ടായില്ല. CBSE അനങ്ങുന്നില്ല. CBSE സംരക്ഷിക്കുന്ന ഇപ്പോൾ നിരന്തരം 24 മണിക്കൂർ വാർത്തയിട്ട് കൊഴുപ്പിക്കുന്ന ഏഷ്യാനെറ്റോ അവരൊന്നും അനങ്ങുന്നില്ല. നോബഡി നോസ് ദ സ്റ്റാറ്റസ്. ഞാൻ ആത്മാർത്ഥമായിട്ടാണ് വായിജത്തിനോട് ചോദിക്കുന്നത് അതിൻ്റെ സ്റ്റാറ്റസ്. കാരണം ഞാൻ അതിൻ്റെ പിന്നാലെ ഒന്ന് പോയി ഇപ്പോൾ കേസ് എന്തായി, അയാൾ ജയിലിലാണോ അതോ ജാമ്യത്തിലാണോ, എന്താ സംഗതി എന്ന് ഒരു ട്രേസും ഇല്ല. പോലീസുകാരോട് ചോദിക്കുമ്പോൾ അത് നോക്കട്ടെ, അതേ കളമശ്ശേരി ഒരു കാര്യം ചെയ്യും, കളമശ്ശേരി CI വിളിക്കുന്നു. കളമശ്ശേരി CI ഞാൻ വിളിച്ച് കേസ് സ്റ്റാറ്റസ് താനാരോടോ തിരിച്ചു ചോദിച്ചാൽ എന്ത് ചെയ്യും? ഈ അവസ്ഥയാണ്. സോ ഇതിപ്പോൾ ക്രൈസ്തവ സഭ, കത്തോലിക്ക സഭയിലെ അംഗങ്ങളായതുകൊണ്ട് കേരളത്തിൽ ഒരു ബഹളം നടക്കും, ഡൽഹിയിൽ ഒരു ചെറിയ ബഹളം നടക്കും. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. ഈ കന്യാസ്ത്രീയാണ് നിയമദൃഷ്ടിയിൽ കന്യാസ്ത്രീക്ക് ഒരു ഇമ്മ്യൂണിറ്റിയും ഇല്ല. ഒരു കാര്യം ഉണ്ടായിരുന്നു, നേരത്തെ അച്ഛന്മാർക്കും കന്യാസ്ത്രീമാർക്കും ഇൻകം ടാക്സ് കൊടുക്കണ്ടായിരുന്നു. പ്രത്യേകിച്ചും അവർ അധ്യാപകർ, ഇത് നഴ്സ് ഒക്കെ ആയിട്ട് ശമ്പളം വാങ്ങുന്നുണ്ടല്ലോ, റെക്കോർഡിൽ ശമ്പളമുണ്ട്. അപ്പോൾ അത് ഇൻകമാണ്. അതിൻ്റെ ടാക്സ് എന്നോ എനിക്ക് തോന്നുന്നു രാജീവ് ഗാന്ധിയോ അതോ ഇന്ദിരാഗാന്ധിയോ മറ്റോ ഇളവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാരോ ചലഞ്ച് ചെയ്തിട്ട് അടുത്ത കാലത്ത് ഇൻകം ടാക്സ് അടയ്ക്കണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതി വിധിച്ചു.
അത് വിവാദമായില്ല. കാരണം അത് മുതലാവില്ല. അത് ഞങ്ങൾ ഇൻകം ടാക്സ് അടയ്ക്കില്ല എന്ന് പറഞ്ഞ് ഒരു സഭ ബലം പിടിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പറയും അതെങ്ങനെയാണ് ശരിയാവും, നാട്ടുകാരെല്ലാം ഇൻകം ടാക്സ് അടയ്ക്കുന്നുണ്ട്, ഹിന്ദു സന്യാസിമാർ ഇൻകം ടാക്സ് കൊടുക്കണം, നിങ്ങൾ എന്തെങ്കിലും ആ കൊടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ആ വാർത്തയും കളഞ്ഞു. ഇപ്പോൾ ഇത് നമ്മുടെ പാലോളി കമ്മിറ്റി ഉണ്ടായില്ല, ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടുന്ന വിഹിതം എങ്ങനെ കമ്മിറ്റിക്ക് ഇതായിട്ട് പാലോളി കമ്മിറ്റിയാണ് 80-20 എന്ന ഫോർമുല കൊണ്ടുവന്നത്. ന്യൂനപക്ഷങ്ങൾക്ക് ചക്ക കിട്ടിക്കഴിഞ്ഞാൽ 80% ചക്ക മുസ്ലിങ്ങൾക്കും 20% ക്രിസ്ത്യാനി. ആർക്കും ഒരു ദണ്ണവും ഉണ്ടായില്ല. ഒരു സാധാരണ ക്രിസ്ത്യാനി പോയി ഇത് ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്തു, വർഷങ്ങളായിട്ട് നടന്നു. അയാൾ പറഞ്ഞു ഇതെങ്ങനെ 80-20, അവർ80 ഞങ്ങൾ 20 എന്ന് എങ്ങനെ കണക്ക് കൂട്ടി? വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് ദാറ്റ്? അതൊരു ഫോർമുല അങ്ങ് ഉണ്ടാക്കിയതാണ്. ഇയാളിത് ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി പറഞ്ഞു അത് ജനസംഖ്യാനുപാതികമായിട്ട് വേണം, അതുകൊണ്ട് 44% ക്രിസ്ത്യാനികൾക്ക് കൊടുക്കണം. ഇതിലൊന്നും ക്രൈസ്തവ സഭ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. സഭയുടേതായ കേസുകൾ, ഏത് ആലഞ്ചേരി പിതാവിൻ്റെയൊക്കെ കേസൊക്കെ ഉണ്ടല്ല, അത് ഈ നോട്ട് നിരോധനത്തെ തുടർന്നുണ്ടായ കേസുകളാണ്. അതിൻ്റെ ഒരു വാശിയും വൈരാഗ്യവും നരേന്ദ്രമോദിയോടും ഉണ്ട്. നരേന്ദ്രമോദി നോട്ട് നിരോധനം കൊണ്ടുവന്നപ്പോൾ അതിനകത്ത് ആരൊക്കെ പെടും എന്ന് നരേന്ദ്രമോദി നോക്കിയിട്ടില്ല. എല്ലാവരും പെട്ടിട്ടുണ്ട്. താനും എല്ലാവരും പെട്ടിട്ടുണ്ട്. സംഘപരിവാറിൽപ്പെട്ട സ്ഥാപനങ്ങൾ പോലും പെട്ടിട്ടുണ്ട്. ദാരിദ്ര്യം കൊണ്ട് നാളത്തെ ചിലവിനായിട്ട് 2 ലക്ഷം രൂപ ക്യാഷ് ഒരാളുടെ നിന്ന് മേടിച്ചുകൊണ്ട് വന്നു. അന്ന് രാത്രി 8 മണിക്ക് നോട്ട് നിരോധനം വരുന്നു. ആ സ്ഥാപനത്തിൻ്റെ പേര് പറയുന്നത് ശരിയല്ല, അത് പ്രശ്നമായി. അപ്പോൾ ഞാനുമൊക്കെ അങ്ങനെ വിളിച്ച് സംസാരിച്ചു, ചേട്ടാ ഇന്ന മാതിരിയാണ്. പുള്ളി പറഞ്ഞു സാരമില്ല, അത് തിരിച്ചു തന്നേക്കാം, അത് കണക്കിലുള്ള പണമാണ്, നിങ്ങൾക്ക് അത്യാവശ്യമാകുമ്പോൾ ക്യാഷ് വേണമല്ലോ എന്ന് വിചാരിച്ച് ക്യാഷ് ഞാൻ തന്നതാണ്, കുഴപ്പമില്ല, അത് തിരിച്ചു തന്നേക്ക്, ഞാൻ DD തരാമെന്ന് പറഞ്ഞ് ചെയ്തു. നേരായ ഓപ്പറേഷൻ. ബട്ട് നേരല്ലാത്ത ഓപ്പറേഷൻ ചെയ്തവരോ അവർ കുടുങ്ങി. അങ്ങനെയാണ് ഈ ക്രൈസ്തവ സഭയിൽ പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. പൊട്ടിത്തെറി ഉണ്ടാക്കിയതും അവർ തന്നെയാണ്, അല്ലെങ്കിൽ അത് മൂടിപ്പൊതിഞ്ഞ് പോയേനെ. ഉണ്ടാക്കിയതാണെന്ന് പറയാൻ കാര്യം, ഈ പ്രശ്നം പുറത്ത് കൊണ്ടുവരുന്നത് ചേർത്തലയിലുള്ള ഒരു കത്തോലിക്കൻ എറണാകുളം പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുത്തിട്ടാണ്. അപ്പോൾ തന്നെ അറിയാമല്ലോ, ഇറ്റ് വാസ് ആൻ ഓപ്പറേഷൻ. ഇതൊക്കെ ചെയ്തു. ഇതിൻ്റെയൊക്കെ ദേഷ്യം മോദിയോടുണ്ട് താനും. അതേസമയം അപ്പാരൻ്റ്ലി മോദി ചെയ്തതിൽ തെറ്റെന്താ? നോട്ട് നിരോധനം ഇൻ പ്രിൻസിപ്പിൾ നിങ്ങൾ എതിർക്കുകയല്ല, നിങ്ങളെ അതെങ്ങനെ ബാധിച്ചു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എതിർക്കുകയാണ്. അങ്ങേരെ അതിനകത്ത് ഒരു ഇന്ന മതക്കാരനെ നോട്ട് വയ്ക്കാം, മറ്റവന് വയ്ക്കാൻ പാടില്ല എന്നൊന്നുമല്ലല്ല, പരക്കെ നോട്ട് നിരോധിക്കുകയായിരുന്നു. ഇപ്പം ഈ ദേഷ്യമെല്ലാം കൂടെ ഇങ്ങനെ കൂടിക്കൂടി വരുന്നു. വലിയൊരു വിഭാഗം BJPക്ക് വോട്ട് ചെയ്താൽ എന്താ എന്ന് ചിന്തിക്കുന്നു. അവരിൽ പ്രബലരായ ആൾക്കാർ വരെ അതിൻ്റെ കൂടെ കൂടുന്നു. ഇപ്പോൾ നിലമ്പൂർ BJP മത്സരിച്ചു. നിലമ്പൂരിലെ സ്ഥാനാർത്ഥി ആ ഭാഗത്തെ പ്രബലമായൊരു ക്രിസ്ത്യൻ കുടുംബമാണ്, അതാരും നിഷേധിക്കില്ല. അങ്ങനെയൊക്കെ എത്ര വോട്ട് കിട്ടിയില്ല എന്നുള്ളതല്ല, പ്രബലരായ കുടുംബക്കാർ, അൽമായരിൽ പ്രബലരായ കുടുംബക്കാർ BJPക്ക് വോട്ട് ചെയ്താൽ എന്താ എന്ന് ചിന്തിച്ചു തുടങ്ങി. സാധാരണ ക്രിസ്ത്യാനികളും എല്ലാവരെയും പോലെയല്ലേ BJPക്കാരും എന്ന് പറയാൻ തുടങ്ങി. കുറച്ച് നാൾ മുമ്പ് ഈ നമ്മുടെ FM റേഡിയോ ഉണ്ടല്ലോ, ടൺ കണക്കിന് ഫണ്ണോ അതോ റേഡിയോ മാംഗോയോ അതിൽ അവർ ചോദ്യം ചോദിക്കും. നമ്മൾ പറയുന്ന ഉത്തരം കറക്റ്റാണെങ്കിൽ മറ്റേ 1000 രൂപയുടെ ഒരു ഗിഫ്റ്റ് അവരയച്ച് സംതിങ്. അപ്പോൾ അതിൽ ഒരു ചോദ്യം ചോദിക്കുന്നു, ചേച്ചി എവിടെയാ സ്ഥലം? അവർ പറയുന്നു അവരുടെ പേര് സൂസൻ എന്നാണ്, ഏറ്റുമാനൂരെങ്ങാണ്ടാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, ചേച്ചി ഫാസിസം എന്ന് വെച്ചാൽ എന്താ? അപ്പോൾ അവർ പറഞ്ഞു ഫാസിസം എനിക്കറിയാം, അത് പക്ഷെ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല. പോട്ടെ, ഞാൻ ചോദ്യം ഒന്ന് മയപ്പെടുത്താം. ഫാസിസം ഒരു നല്ല വാക്കാണോ ചീത്ത വാക്കാണോ? അപ്പോൾ അവർ പറഞ്ഞു അത് നല്ല വാക്കാണ്. അത് നല്ല വാക്കോ? അതെങ്ങനെ? അല്ല, അത് സാധാരണ സന്യാസിമാരെ പിന്നെ സാധുക്കളായ ആൾക്കാരെയല്ലേ, ഹിന്ദുക്കളെയൊക്കെയാണല്ലോ ഫാസിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് നല്ല വാക്കായിരിക്കണമല്ലോ, നല്ല മനുഷ്യരെ വിളിക്കുന്നതല്ലേ. ഇയാൾ ചേച്ചി ഞാൻ പിന്നെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് കക്ഷി മുങ്ങി. ഞാനിത് ഒരു വണ്ടിയിലിരുന്ന് കേട്ടോണ്ടിരിക്കുക.
ഈ കൊള്ളാവുന്നവരെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ അവർ ചീത്തയാവില്ല. ആ ചീത്ത വാക്കുണ്ടല്ലോ അത് കൊള്ളാവുന്നതായിട്ട് മാറും. നാരായണ ഗുരുവിനെ നിങ്ങൾ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ നാരായണ ഗുരു ചീത്തയാവില്ല, നിങ്ങൾ വിളിച്ച ആ വാക്ക് പവിത്രമായിട്ട് മാറും. അതാണ് നല്ല മനുഷ്യരുടെ ഒരു ആത്മശക്തി. അപ്പോൾ ഇങ്ങനെ ഈ മോദിയെ ചീത്ത വിളിക്കുക ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ പൊതുവെ ക്രിസ്ത്യാനികളുടെ ഉള്ളിൽ തന്നെ കൊള്ളാവുന്ന ഒരു ടീമാണ് ഈ ഹിന്ദുത്വ ടീം. വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണ്, സാധുക്കളാണ്, പാവങ്ങളാണ്, നല്ല ഫാസിസ്റ്റുകളാണ്. അവരെ വിശ്വസിക്കാൻ കൊള്ളാം. അങ്ങനെ ഫാസിസ്റ്റ് എന്നല്ല, ഇത് ക്രിസ്ത്യാനികൾ, ഞാൻ ഒരു ക്രിസ്ത്യൻ വീട്ടമ്മയുടെ മൈൻഡാണ് ആ ചോദ്യോത്തരത്തിൽ തെളിഞ്ഞത്. ഈ ഇൻസിഡൻറ്റ് നടന്നിട്ട് ഇപ്പോൾ ഒരു 6-7 വർഷമെങ്കിലും ആയിട്ടുണ്ട്. അതായത് ഒരു 6-7-10 വർഷം മുമ്പ് തന്നെ ഈ ചേഞ്ച് അവരുടെ ഇടയ്ക്ക് മെല്ലെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഹിന്ദുത്വം അത്ര ചീത്തയല്ല, ഹിന്ദുക്കൾ മോശമല്ല, എന്തിനവരെ കുറ്റം പറയണം? ഈ ദിശയിൽ ആലോചിച്ചിട്ട് ഇതിൻ്റെ യോഗം വിളിച്ച ആളാണ് ജോസഫ് പുലിക്കുന്നേൽ. അദ്ദേഹത്തിൻ്റെ ഇവിടെ ഭരണങ്ങാനത്തിനടുത്തുള്ള സ്ഥലത്ത് ഓശാന മൗണ്ട്, അവിടെ ഇപ്പോൾ സുദർശൻ ജി പരമേശ്വരിയൊക്കെ പങ്കെടുത്തിട്ട് ബിഷപ്പുമാരും RSSും ഒക്കെ തമ്മിൽ ഇൻട്രാക്ഷനൊക്കെ നടന്നതാണ്. അതെല്ലാം ഈ ഒരു 2 കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ബഹളം വയ്ക്കുന്നത് ഈ BJPയോട് ആനുകൂല്യമില്ലാത്ത ബിഷപ്പുമാരും ധാരാളമുണ്ട്, പാതിരിമാരും ധാരാളമുണ്ട്. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇതുപോലത്തെ വിഷയങ്ങൾ വരുമ്പോൾ CBCIയുടെ മുൻ വക്താവ് പോൾ തേലക്കാട്ട് ഹാജരാകും. ഇപ്പോഴൊക്കെ ഞാൻ മനസ്സിലായി, ഇപ്പോഴത്തെ വക്താവ് എവിടെ? എന്താ ഈ മുൻ വക്താവിനെ വിളിക്കാൻ കാര്യം? ഇപ്പോൾ ഒരു വക്താവ് ഉണ്ടാവണമല്ലോ CBCIക്ക്. വേർ ഈസ് ഹി? ഇതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ, തേലക്കാടൻ ഒരു ആൻറ്റി ഹിന്ദു, ആൻറ്റി മോദി ഒരു മൈൻഡ് സെറ്റുള്ള ആളാണ്. വലിയ ഇങ്ങനെ പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ചൊക്കെ സംസാരിക്കും. ബട്ട് ഉള്ളിൽ ഹീ ഈസ് അഗൻസ്റ്റ് BJP. തേലക്കാടിൻ്റെ ഒരു ഈ നമ്മളുടെ മരിച്ചുപോയ വർക്കി വിധേയത്തിൽ തിരുമേനിയുടെ ഒരു ആത്മകഥയുണ്ട്, സ്ട്രേറ്റ് ഫ്രം ദ ഹാർട്ട്. അത് ചോദ്യോത്തരമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ അറിഞ്ഞിടത്തോളം തേലക്കാടിനാണ് ചോദ്യങ്ങൾ ചോദിച്ചതും ഉത്തരം എഴുതിയത്. ഇതിൽ വർക്കി വിധേയത്തിൽ വളരെ പണ്ടാണ്. വർക്കി വിധേയത്തിനോട് ഈ ചോദ്യം ചോദിക്കുന്നു, BJP ഭാരതത്തിൽ അധികാരത്തിൽ വന്നാൽ ക്രിസ്ത്യാനികളുടെ സ്ഥിതി എന്താവും? വർക്കി വിധേയത്തിൽ പറഞ്ഞു, പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. മതപരിവർത്തനം നടക്കുന്നവർക്ക് ചില പ്രശ്നങ്ങളുണ്ടാവാം, അതല്ലാതെ ഐ ഡോണ്ട് ഫൈൻഡ് എനി പ്രോബ്ലം വിത്ത് ക്രിസ്ത്യൻസ്. ഇത് റെക്കോർഡിനാണ് വർക്കി വിധേയത്തിൽ പിതാവിൻ്റെ സ്ട്രേറ്റ് ഫ്രം ദ ഹാർട്ട്. അത് മലയാളത്തിലും ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇംഗ്ലീഷിലാണ് ആദ്യം ഇറങ്ങിയത്. അപ്പോൾ ഹൃദയത്തിൽ നിന്ന് ക്രിസ്ത്യാനി സംസാരിച്ച ശബ്ദം വർക്കി വിധേയത്തിൻ്റെ ആയിട്ട് പുറത്ത് വന്നിട്ടുണ്ട്. അന്ന് മുതൽ തുടങ്ങിയ ചേഞ്ചാണിത്. അതായത് ആദ്യ വാജ്പേയി സർക്കാർ വരുന്നതിന് മുമ്പ് ഇറങ്ങിയ പുസ്തകമാണ് ഞാനീ പറയുന്നത്. സോ ദ ചേഞ്ച് സ്ലോലി സ്റ്റാർട്ടഡ്. നൗ ഇറ്റ് സ്റ്റാർട്ടഡ് മാനിഫെസ്റ്റിംഗ്. അവിടെ ഇവിടേക്ക് BJP ക്രിസ്ത്യൻ സഹായത്തോടെ ജയിക്കാൻ തുടങ്ങി. സുരേഷ് ഗോപിക്ക് ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്തില്ലേ എന്ന് സംശയം തുടങ്ങി. അപ്പോൾ ഈ ആൻറ്റി ലോബി ഉണ്ടല്ലോ, ഇതുപോലെ CBCIക്കുള്ളിലും ക്രൈസ്തവ സഭയ്ക്കുള്ളിലും ഇത് ഇഷ്ടപ്പെടാത്ത പിതാക്കന്മാരുണ്ട്, ബിഷപ്പുമാരുണ്ട്, പള്ളിയിലച്ഛന്മാരുണ്ട്, സാധാരണ ക്രിസ്ത്യാനികളുമുണ്ട്. അവർ ഇപ്പോൾ ഇവരുടെ സഹായത്തോടു കൂടി മീഡിയയിലൊക്കെ വരാം. നിങ്ങൾ ഏതെങ്കിലും ഒരു ഫാദർ വർഗീസ് ഞാറയ്ക്കൽ എന്ന് പറഞ്ഞ് അപ്പം തന്നെ TV വിളിച്ചിരുത്തും. ഒരു മണിക്കൂർ പ്രോഗ്രാമിൽ കുറേ നേരം TV മുഖം കാണിക്കാൻ അവസരം കിട്ടുമല്ലോ. അവിടെ വന്നിരുന്ന ആകെ ഇദ്ദേഹം ചെയ്യേണ്ടത് ക്രിസ്ത്യാനികൾ വ്യാപകമായിട്ട് വെട്ടിക്കൊല്ലപ്പെടുന്നു, അയ്യോ 11 നിലവിളിക്കുക, ഇത്രയേ ഉള്ളൂ. ബാക്കി മുഴുവൻ ആങ്കർ സഹായിച്ചോളും. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ ഓപ്പോസിഷൻ ഗ്രൂപ്പിനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരുന്നു. അതല്ലാതെ ഇതിനകത്ത് സാധാരണ ഒരു ക്രിമിനൽ കേസാണ്. ആരെങ്കിലും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോടതിയിൽ ഹാജരാക്കും, റിമാൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇവർ ജാമ്യാപേക്ഷ മൂവ് ചെയ്യും. ചിലപ്പോൾ ജാമ്യം കൊടുക്കും, ചിലപ്പോൾ ജാമ്യം കൊടുക്കില്ല, പിന്നെ അത് വിചാരണയിലേക്ക് പോകും. ഇറ്റ് ഈസ് ആൻ ഓർഡിനറി തിങ്. merely because it happens to the Syro Malabar Sabha, the volume of noise in Kerala അതിങ്ങനെ കൂടി വരുന്നു. മറ്റേതെങ്കിലും സഭയായിരുന്നെങ്കിൽ ഇവരാരും ഒന്നും മിണ്ടില്ല.
ഈ സുവിശേഷ പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പലരും പ്രതികരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ മയക്കുമരുന്നിനും മദ്യത്തിനുമൊക്കെ അടിമയായ ആളുകളെ നല്ല രീതിയിലേക്ക്, നല്ല വഴിയിലേക്ക് കൊണ്ടുപോകുന്ന പ്രവർത്തനമാണ് ചെയ്യുന്നത്, അതിനെയാണ് എതിർക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട്. ഈ നല്ല വഴി എന്ന് അവർ ഉദ്ദേശിക്കുന്നത് അവരുടെ വഴിയാണ്. അതാണ് ഇതിനകത്തെ പ്രശ്നം. മയക്കുമരുന്നും സംഗതിയൊക്കെ ഉപയോഗിക്കുന്ന ആൾ ഹിന്ദു ആയതുകൊണ്ടാണോ അത് ഉപയോഗിക്കുന്നത്? അല്ലല്ലോ. അപ്പോൾ പിന്നെ അയാളെ മതം മാറ്റേണ്ട കാര്യം എന്താ? നിങ്ങൾ മയക്കുമരുന്നിൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ചോളൂ, മതം മാറ്റേണ്ട കാര്യം എന്താ? അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ ഞങ്ങളുടെ മതത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. യേശു ഏക ഉത്തരം, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒരു പിടിവാശിയാണ് ഈ പ്രശ്നങ്ങൾക്കും കാരണം. ഒരേ ഒരു വഴി ഞാൻ പറയുന്ന വഴിയാണ് എന്ന് പറഞ്ഞ് ആ വഴിയെ ആൾക്കാരെ നിർബന്ധിച്ചോ പ്രലോഭിപ്പിച്ചോ ഒക്കെ കൊണ്ടുപോകുക. അപ്പോൾ സ്വാഭാവികമായിട്ട് മറ്റേ വശത്തു നിന്ന് റിയാക്ഷൻ ഉണ്ടാകും, അത് വയലൻ്റ് ആകുകയും ചെയ്യും. പക്ഷേ പഴയതുപോലെയല്ല. ഇപ്പോൾ ഒരുപാട് പേര് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. കാര്യം ആ ഒരു രീതിയിൽ ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള ആക്രമണം BJPക്കെതിരെയോ അല്ലെങ്കിൽ ഈ വിഷയത്തിലെതിരെയോ ഉണ്ടാകുന്നില്ല. അതായത് ഇങ്ങനെയൊരു മതപരിവർത്തന വിഷയം വരുന്നത് കൊണ്ടാണ് അങ്ങനെ പറയേണ്ട കാര്യങ്ങളില്ല എന്നുള്ള ഇതും ഉയർന്നു വരുന്നത്. ബേസിക്കലി മതപരിവർത്തനം, ഈ സിറോ മലബാർ സഭ മതപരിവർത്തനം എന്നുള്ള അജണ്ടയൊക്കെ പണ്ടേ ഉപേക്ഷിച്ചതാണ്. ഈവൻ ഈ പറഞ്ഞ പോട്ട ധ്യാന കേന്ദ്രമുണ്ടല്ല, അത് കത്തോലിക്ക സഭ അംഗീകരിച്ചിരുന്നില്ല ആദ്യം. അതിനെതിരായിരുന്നു. ഇങ്ങനത്തെ ഈ മാജിക്ക് കാണിക്കരുത്, ഈ ബാൻഡൊക്കെ കൊട്ടി ചെണ്ടയൊക്കെ കൊട്ടി ബഹളം വെച്ച് ആൾക്കാരെ ഒരു സൈക്കഡലിക് കളറിലുള്ള ഇതൊക്കെ കാണിച്ച് അങ്ങനെ ചെയ്തത്, അതൊന്നും യേശുവിൻ്റെ മാർഗമല്ല എന്ന് അവർ നമ്മുടെ തൃശ്ശൂർ ബിഷപ്പ് കുണ്ടുകുളം പരസ്യമായിട്ട് തന്നെ റിബ്യൂക്ക് ചെയ്തിരുന്നു. അന്ന് ഇങ്ങനെയാണ് മാത്യു നായ്ക്കമ്പറമ്പിൽ, അങ്ങനെയാണ് പോട്ട ധ്യാന കേന്ദ്രത്തിൻ്റെ വിസിബിളായിട്ടുള്ള ഫേസ് എന്ന് വന്നത്. ബട്ട് ഈ സാധനം വളരെ പോപ്പുലറായി കഴിഞ്ഞപ്പോൾ പിന്നെ ഇതിനെ പിന്തുണയ്ക്കാനല്ലാതെ മാർഗമില്ലാതായി കത്തോലിക്ക സഭയ്ക്ക്. ഇപ്പോഴും കത്തോലിക്ക സഭയ്ക്ക് അറിയാം ആ ചെയ്യുന്നത് അത്ര നല്ല കാര്യമൊന്നുമില്ല. അവിടെ അവർ അവകാശപ്പെടുന്നത് എന്താ? അവർ മദ്യപാനം നിർത്തുന്നു, കഞ്ചാവ് നിർത്തുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, അത്ഭുത പ്രവൃത്തികൾ. കട്ടിലിൽ കിടന്നു പോയ ആൾ കട്ടിലും ചുമന്നുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ഏർപ്പാട്. ഇതൊന്നും ഈ അത്ഭുത രോഗശാന്തി ശുശ്രൂഷ ക്രിസ്ത്യാനിറ്റിക്ക് ചേർന്നതല്ല എന്ന് സഭയ്ക്ക് നന്നായിട്ടറിയാം. ബട്ട് അതിനൊരു മാർക്കറ്റുണ്ട്. ഇപ്പോൾ ഇതിൽ ചാത്തൻ സേവാമഠം തൃശ്ശൂരിൽ നിന്ന് അന്തിക്കാട് പോകുന്ന വഴിക്ക് ഇന്ന സ്റ്റോപ്പിൽ കിഴക്കോട്ടിറങ്ങി, ഇപ്പോൾ അത് രണ്ടായി. അതിൻ്റെ പറയും ഇടതുവശത്ത് കയറരുത്, അവൻ മഹാ കൊള്ളില്ലാത്തവനാണ്, അവിടെ ചാത്തനുമില്ല ഒന്നുമില്ല, ഇപ്പുറത്ത് വേണം കയറാൻ. കാരണം ഫാമിലി തമ്മിൽ വഴക്കായിട്ട് രണ്ടായി ചാത്തൻ. എന്നാലും കുട്ടി ചാത്തൻ ഇപ്പോഴും ഉണ്ട്. അതിനകത്ത് പോയി ആൾക്കാർ ചാടിക്കൊടുക്കുന്നുമുണ്ട്. ഇപ്പോൾ ഇതുപോലത്തെ ഈ മാന്ത്രിക ചികിത്സ ഇതൊന്നും അവരുടെ പ്രിൻസിപ്പിൾ അനുസരിച്ച് പോലും ശരിയല്ല. ബട്ട് ഈ പറയുന്ന ആൾക്കാർ യേശു ക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പേർക്ക് വിളമ്പിയില്ലേ, അതൊരു ഇതല്ലേ. പിന്നെ ആരുടെയൊക്കെ അസുഖം മാറ്റുക, ഇതൊക്കെ യേശു ക്രിസ്തു ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ പ്രവാചക സ്വഭാവമുള്ള സിദ്ധികളുള്ള ഒരുപാട് പേരുണ്ട്, അത് കിട്ടുകയും ചെയ്യും. സ്വാമി വിവേകാനന്ദനൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ ആധ്യാത്മിക സാധനയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇടയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കഴിവാണ് ഇതുപോലത്തെ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കുക. ബട്ട് അതിൽ ഭ്രമിച്ചു പോകരുത്, അവിടെ നിന്ന് പിന്നെ മുന്നോട്ട് പോകണം. അതിൽ ഭ്രമിക്കുന്നവൻ അതിൽ തന്നെ തീർന്നു പോകും. നാരായണ ഗുരു ഇത് പറയുന്നുണ്ട്, ഇതുപോലത്തെ ഇത്തരം ശക്തികളുടെ പിന്നാലെ പോകരുതെന്നൊക്കെ. ക്രിസ്ത്യാനിറ്റിയുടെയും മൂല പ്രിൻസിപ്പിൾ, അവരുടെ അടിസ്ഥാന പ്രിൻസിപ്പിൾ ഇതുപോലത്തെ കാര്യങ്ങൾ അവർ അംഗീകരിക്കുന്നില്ല. ബട്ട് പോപ്പുലറായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കൃപാസനം എന്നൊക്കെ പറഞ്ഞിട്ടൊരു പരിപാടി തുടങ്ങി. സംഗതി പോപ്പുലറായി, അവിടെ ഇപ്പോൾ ആൾക്കൂട്ടം കാണും. വണ്ടി നേരെ ഓടിക്കാൻ പറ്റില്ല കൃപാസനത്തിൻ്റെ അവിടെ എത്തിക്കഴിയുമ്പോൾ സ്ലോ ഭയങ്കര ആൾക്കൂട്ടമാണ്. പോട്ട അതുപോലെയായി. പിന്നെ പോട്ട ഇപ്പോൾ പിടിച്ചാൽ കിട്ടാത്ത വലിയ സാമ്രാജ്യമായി. ഡിവൈൻ നഗർ എന്ന് പറഞ്ഞിട്ട് ആരും അറിയാതെ അവിടെ റെയിൽവേ സ്റ്റേഷൻ വന്നു. കേരളത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെടാത്ത ഏക റെയിൽവേ സ്റ്റേഷൻ ഡിവൈൻ നഗറാണ്. കാരണം ഉദ്ഘാടനം ചെയ്താൽ അത് വിവാദമായെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് സൂത്രത്തിന് പണിഞ്ഞ റെയിൽവേ സ്റ്റേഷൻ. അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ വിടുവോ ഒരു റെയിൽവേ സ്റ്റേഷൻ എൻ്റെ നാട്ടിൽ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് ഡിവൈൻ നഗറിലൊന്നും ഉണ്ടായില്ല. ഒരു റെയിൽവേ സ്റ്റേഷൻ അതങ്ങ് തീരുന്നു. മെല്ലെ ഓരോ വണ്ടിയായിട്ട് അവിടെ നിൽക്കുന്നു, ആരും ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ ഡിവൈൻ നഗർ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായി.
ദിസ് ഈസ് ദ ഫോഴ്സ് ഓഫ് ദെയർ മൊബിലൈസേഷൻ. ഓക്കെ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ബട്ട് കന്യാസ്ത്രീമാർക്ക് ഒരു ലീഗലി വേറൊരു സ്റ്റാറ്റസ് കിട്ടണം എന്നവർ വാശി പിടിക്കുന്നത് ശരിയല്ല. അത് കിട്ടില്ല. നമ്മൾ കോമൺ ലോയാണ്. നിയമത്തിന് മുമ്പിൽ കന്യാസ്ത്രീ, സന്യാസി, രാജാവ്, മന്ത്രി ഇതൊന്നുമില്ല. ആകെ ഇമ്മ്യൂണിറ്റി കൊടുത്തിരിക്കുന്ന ആൾക്കാരുണ്ട്, ഈ ഹൈക്കോടതി ജഡ്ജിമാർ, സുപ്രീം കോടതി ജഡ്ജിമാർ. അവർക്കെതിരെ ക്രിമിനൽ ലോ സെറ്റ് ചെയ്യണമെങ്കിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരിക്കണമെന്നുണ്ട്. അതാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ കേസിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. അവരും ക്രിമിനൽ ലോയ്ക്ക് വിധേയരാണ്, ബട്ട് സെർട്ടൺ ഇമ്മ്യൂണിറ്റീസ് ആർ ദെയർ. ബാക്കിയുള്ളവരൊക്കെ ഈക്വലാണ്, കന്യാസ്ത്രീ ആയാലും വെറും സ്ത്രീ ആയാലും.